ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്പെൽ വിത്തിന. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. എൻ്റെ ഒഴിവു നേരങ്ങളിൽ ഞാൻ വായന ആസ്വദിക്കാറുണ്ട്. ഒരു ശീലമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ വിൽ എൻജോയ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാവിയിൽ ആസ്വദിക്കും എന്നായി പോവും. അതുകൊണ്ട് ഐ എൻജോയ്, ഞാൻ ആസ്വദിക്കാറുണ്ട്. ഐ എൻജോയ് റീഡിങ്, ഞാൻ വായന ആസ്വദിക്കാറുണ്ട്. കണ്ടോ? ഐ എൻജോയ് സിംഗിങ്, ഞാൻ പാട്ട് പാടുന്നത് ആസ്വദിക്കാറുണ്ട്. ഐ എൻജോയ് പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ആസ്വദിക്കാറുണ്ട്. ഐ എൻജോയ്, ഞാൻ ആസ്വദിക്കാറുണ്ട്. റീഡിങ്, വായന. എൻ്റെ ഒഴിവ് നേരങ്ങളിൽ, ഇതെങ്ങനെയാ പറയാ? ഡ്യൂറിങ് മൈ ഫ്രീ ടൈം, ഒഴിവ് നേരങ്ങളിൽ. ഡ്യൂറിങ് മൈ ഫ്രീ ടൈം. ഓക്കെ, ഈ ഫ്രീ ടൈം എന്നുള്ളതിന് പകരം നമുക്ക് ലെജർ ടൈം എന്നും പറയാം. ലെജർ ടൈം എന്ന് വെച്ചാലും ഒഴിവ് സമയം എന്നാണ്. ലെജറിൻ്റെ സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ. ഇത് ലെഷർ എന്നല്ല വായിക്കുക, ലെജർ, ലെജർ ടൈം. ഓക്കെ, സോ ഐ എൻജോയ് റീഡിങ് ഡ്യൂറിങ് മൈ ലെജർ ടൈം, അല്ലെങ്കിൽ ഡ്യൂറിങ് മൈ ഫ്രീ ടൈം എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. അവൾ 2 വർഷമായി ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഷീ ഇസ് ലേണിംഗ് എന്ന് നമുക്ക് പറയാം. പക്ഷെ 2 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മുന്നേ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മുന്നേ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുക. അവൾ എന്ന് വന്നതുകൊണ്ട് ഷീയുടെ കൂടെ നമ്മൾ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുക അല്ലേ. ഷീ ഹാസ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ആണോ സ്റ്റഡിയിങ് ഫ്രഞ്ച് ആണോ? ലേണിംഗ് ഫ്രഞ്ച് ആണ്. ലേണിംഗ് എന്ന് വരാൻ കാരണം എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ ലേൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റിവൈസ് ചെയ്യും, ഉറക്ക വായിക്കും, എഴുതി നോക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഷീ ഹാസ് ബീൻ ലേണിംഗ് ഫ്രഞ്ച്, അവൾ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 വർഷമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടം പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യുക. ഫോർ 2 years, 2 വർഷമായിട്ട്. ഇനി 2010 മുതലിനാണെങ്കിലോ, മുതൽ എന്ന് പറയാൻ സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സിൻസ് 2010. ഓക്കെ, ഷി ഹാസ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് സിൻസ് 2010 എന്ന് വെച്ചാൽ 2010 മുതൽ അവൾ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ 2010 മുതൽ എന്നല്ല പറഞ്ഞത്, 2 വർഷമായി എന്നാണ് പറഞ്ഞത്. ഒരു കാലഘട്ടമാണ്. 2 വർഷമായിട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫോർ ഉപയോഗിച്ചു. ക്ലിയർ ആണോ? ശരിക്കും മനസ്സിലായോ? അപ്പോൾ നോക്കാം. ഷി ഹാസ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ഫോർ 2 years. ക്ലിയർ? അടുത്ത് നോക്കാം. അവൻ അവൻ്റെ കൂടെ കൊണ്ടുവരാൻ മറന്നു. എങ്ങനെ പറയാം? അവൻ മറന്നു. ഹീ, മറന്നു എന്ന് പറയുമ്പോൾ ഫുഗോട്ട്, ഫുഗോട്ട്, മറന്നു. ഫുഗെറ്റ് ആണ് മറക്കുക. മറന്നു എന്ന് പറയാൻ ഫുഗോട്ട്. ഹീ ഫുഗോട്ട്, അവൻ മറന്നു. ടു ബ്രിങ്, കൊണ്ടുവരാൻ. ബ്രിങ്, കൊണ്ടുവരിക. ടു ബ്രിങ്, കൊണ്ടുവരാൻ. ടു സീ, കാണാൻ. ടു പ്ലേ, കളിക്കാൻ. ടു സിംഗ്, പാടാൻ. മനസ്സിലായോ? ഹി ഫുഗോട്ട് ടു ബ്രിങ്, അവൻ കൊണ്ടുവരാൻ മറന്നു. എന്ത്? അവൻ്റെ കുട. ഹിസ് അംബ്രല. ഹി ഫുഗോട്ട് ടു ബ്രിങ് ഹിസ് അംബ്രല, അവൻ അവൻ്റെ അംബ്രല കൊണ്ടുവരാൻ മറന്നു. അതുകൊണ്ട് അവൻ നനഞ്ഞു. എങ്ങനെ പറയാം? അതുകൊണ്ട്. സോ, അതുകൊണ്ട് സോ.
സോ അതുകൊണ്ട് ഹീ ഗോട്ട് വെറ്റ്, അവൻ നനഞ്ഞു. സോ ഹി ഗോട്ട് വെറ്റ്. എൻ്റെ ഫോൺ കയ്യിൽ നിന്നും അറിയാതെ വീണുപോയി. ഇതെങ്ങനെയാ പറയാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്ത് നോക്കൂ. എങ്ങനെ പറയാം? ഞാൻ അറിയാണ്ട് വീണു പോയതാണ് അല്ലേ? ആക്സിഡൻ്റലി വീണു പോയതാണ്. ഐ ആക്സിഡൻ്റലി ഡ്രോപ്പ് ചെയ്തു. ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ്. ഐ ആക്സിഡൻ്റലി ഡ്രോപ്ഡ് മൈ ഫോൺ. ഫോൺ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്നും വീണു. ഐ ആക്സിഡൻ്റലി ഡ്രോപ്ഡ് മൈ ഫോൺ. അപ്പോൾ നോക്കാം, എൻ്റെ ഒഴിവു നേരങ്ങളിൽ ഞാൻ വായന ആസ്വദിക്കാറുണ്ട്. ഐ എൻജോയ് റീഡിങ് ഡ്യൂറിങ് മൈ ലെജർ. അവൾ 2 വർഷമായി ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷി ഹാസ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ഫോർ 2 years. അവൻ അവൻ്റെ കൂടെ കൊണ്ടുവരാൻ മറന്നു. ഹി forgot to bring his umbrella. അതുകൊണ്ട് അവൻ നനഞ്ഞു. സോ ഹി ഗോട്ട് വെറ്റ്. എൻ്റെ ഫോൺ കയ്യിൽ നിന്നും അറിയാതെ വീണുപോയി. ഐ ആക്സിഡൻ്റലി ഡ്രോപ്ഡ് മൈ ഫോൺ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. അവൻ വീഡിയോ ഗെയിം കളിച്ച് ഒരുപാട് സമയം കളയും. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പോൾ അവനാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? അവനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ എന്താ ചെയ്യുക? വീഡിയോ ഗെയിം കളിച്ച് ഒരുപാട് സമയം കളയും അല്ലേ? അപ്പോൾ അവൻ ഒരുപാട് വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഹീ വേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എസ് കൊടുക്കാൻ കാരണം ഹീ എന്നുള്ളത് ഏകവചനമാണ്. ഏകവചനത്തിൽപ്പെട്ടവർ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എസ് കൊടുക്കണം. അവൻ ഒരുപാട് സമയം കളയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ സമയം കളയാറുണ്ട് എന്നല്ലേ? അതുകൊണ്ട് ഹീ വേസ് ഒരുപാട് സമയം. ഇങ്ങനെ പറയാം, ഹീ വേസ് a lot of time. He wastes a lot of time. എങ്ങനെ? വീഡിയോ ഗെയിം കളിച്ച് അല്ലേ? He wastes a lot of time playing video game. ഇവിടെ നമ്മൾ വീഡിയോ ഗെയിംസ് കളിച്ചെന്നാണ് പറയാറല്ലേ? ഓക്കെ, ഹി വേസ് എ ലോട്ട് ഓഫ് ടൈം. അവൻ ഒരുപാട് സമയം കളയും പ്ലേയിങ് വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ട്. ഓക്കെ, ഇനി ഹി വേസ് എ ലോട്ട് ഓഫ് ടൈം പ്ലേയിങ് ഫുട്ബോൾ കളിച്ചുകൊണ്ട് അവൻ ഒരുപാട് സമയം കളയും. മനസ്സിലായോ? സമയം കളയും എന്ന് പറയുമ്പോഴും ഭാവിയിൽ കളയും എന്നല്ല, കളയാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഹീ എന്നുള്ള സിംഗുലറിന് നമ്മളിവിടെ എസ് കൊടുത്തത്. ക്ലിയർ? അല്ലെങ്കിൽ നമ്മൾ ഹീ വിൽ വേസ്റ്റ് എന്ന് വെച്ചാൽ ഭാവിയിൽ വേസ്റ്റ് ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ. അവൾ ആഴ്ചകളായിട്ട് ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? നമ്മൾ കഴിഞ്ഞ പോർഷനിൽ പഠിച്ചു അല്ലേ? മുമ്പ് തുടങ്ങിയൊരു കാര്യമാണ് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാൻ. മുമ്പ് തുടങ്ങിയൊരു കാര്യമാണ് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാ പറയാ? അവൾ ഷീ വന്നതുകൊണ്ട് ഹാവ് ബീൻ ആണോ ഹാസ് ബീൻ ആണോ? ഷീയുടെ കൂടെ നമ്മൾ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുക അല്ലേ? ഷീ ഹാസ് ബീൻ. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ്. അവൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കഥ, എ സ്റ്റോറി. ഇനി നിങ്ങൾ പറയൂ, ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളായിട്ട് എന്നിങ്ങനെ പറയാം. ഫോർ വീക്സ് ആഴ്ചകളായിട്ട്. ഫോർ മന്ത്സ് മാസങ്ങളായിട്ട്. ഫോർ ഇയേഴ്സ് വർഷങ്ങളായിട്ട്. ഇനി 2014 മുതൽ അവൾ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി. ഒരു കഥയാണ്. സിൻസ് 2014. പക്ഷേ ഇവിടെ ആഴ്ചകളായിട്ട് ഫോർ വീക്സ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ഒരു എമർജൻസി കാരണം, ഓക്കെ, ഒരു പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഒരു കാരണം ഞങ്ങൾക്ക് പ്ലാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ? സോ നോക്കാം.
ചെയ്യേണ്ടി വന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹാഡ് ടു എന്നാണ്. എനിക്ക് ഒപ്പിടേണ്ടി വന്നു. ഐ ഹാഡ് ടു സൈൻ. കണ്ടോ? എനിക്ക് പഠിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ലേൺ. എനിക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവന് പോകേണ്ടി വന്നു. ഹീ ഹാഡ് ടു ലീവ്. സോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയാനാണ് നമ്മൾ ഹാഡ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടി വന്നത്? ക്യാൻസൽ ആണ് ചെയ്യേണ്ടി വന്നത്. ആർക്ക്? ഞങ്ങൾക്ക്, അല്ലേ? അപ്പോൾ വി ഹാഡ് ടു, ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. വി ഹാഡ് ടു ക്യാൻസൽ, ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്ത്? ഞങ്ങളുടെ പ്ലാൻസ്, അവർ പ്ലാൻസ്. വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാ? ഒരു എമർജൻസി കാരണം. അപ്പോൾ ഡ്യൂ ടു ആൻ എമർജൻസി. ഡ്യൂ ടു ആൻ എമർജൻസി, ഒരു എമർജൻസി കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്ലിയർ? നെക്സ്റ്റ് വൺ. അവൻ വളരെ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് അവൻ വളരെ നേരത്തെ ഉറങ്ങി. അവൻ വളരെ ക്ഷീണിതൻ ആയിരുന്നു. പാസ്റ്റ് ടെൻസ് ആണല്ലേ? അവൻ, ഹീ. ആയിരുന്നു, വാസ്. വളരെ ക്ഷീണിതൻ എന്ന് പറയാൻ ഒന്നെങ്കിൽ നമുക്ക് വെരി ടയേർഡ് എന്ന് പറയാം. ഹി വാസ് വെരി ടയേർഡ്. അല്ലെങ്കിൽ വെരി ടയേർഡിന് പകരം നമുക്ക് എക്സ്ഹോസ്റ്റഡ് എന്ന് പറയാം. ഹി വാസ് എക്സ്ഹോസ്റ്റഡ്. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട്, സോ, അതുകൊണ്ട് ഹീ സ്ലെപ്റ്റ്. അവൻ ഉറങ്ങി വളരെ നേരത്തെ. വെരി ഏർലി. നോക്കാം. അവൻ വീഡിയോ ഗെയിംസ് കളിച്ച് ഒരുപാട് സമയം കളയും. ഹി വേസ്, അവൻ കളയും, a lot of time playing video games. ഓക്കെ. നെക്സ്റ്റ്. അവൾ ആഴ്ചകളായിട്ട് ഒരു കഥ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പറയാം, മുമ്പ് തുടങ്ങി, ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഷി ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി ഫോർ വീക്സ്. ഒരു എമർജൻസി കാരണം, ഡ്യൂ ടു ആൻ എമർജൻസി, ഞങ്ങൾക്ക് പ്ലാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻസ്. ഇത് തിരിച്ചു എഴുതാം കേട്ടോ. ഡ്യൂ ടു ആൻ എമർജൻസി, വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻസ് എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് വൺ. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ഹി വാസ് വെരി ടയേർഡ്. അതല്ലെങ്കിൽ നമുക്ക് വെരി ടയേർഡിന് പകരം എക്സോസ്റ്റഡ് എന്ന് പറയാം. ഹി വാസ് എക്സോസ്റ്റഡ്. അതുകൊണ്ട്, സോ, അവൻ നേരത്തെ ഉറങ്ങി. ഹി സ്ലെപ്റ്റ് വെരി ഏർലി. ഇത് ക്ലിയർ ആണോ? നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ?